എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി സൺഡേ. ഇന്ന് ഞാൻ എല്ലാ കൂട്ടുകാർക്കും ഒരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. എൻ്റെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് രാവിലെ ഞാൻ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി. തിരിച്ച് വന്നപ്പോൾ മണി 12:30 അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ചു അടുപ്പിൽ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് അടുപ്പിൽ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അടുപ്പിൽ ചോറ് വയ്ക്കുകയാണ് കൂട്ടുകാരെ. ചോറ് നല്ല രീതിയിൽ തിളച്ച് മറിയുന്നുണ്ട്. അന്നേരം ഈ സമയം കൊണ്ട് അടുപ്പിൽ കറിയും, ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ കറിയാണ്. ചിക്കനാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത്, പക്ഷേ ഇന്ന് ഞാൻ മട്ടൻ സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചോറ് കണ്ട ഇതാണ് അടുപ്പ്, ഇതിലിങ്ങനെ കിടന്ന് തിളയ്ക്കുന്നു. ഇത്രയും ഡിലേ ആയി. ചോറുണ്ണാൻ എന്തായാലും 3 മണിയെങ്കിലും ആകും. ഗ്യാസ് അടുപ്പിൽ കുക്കറിൽ മട്ടൻ, അതിനകത്ത് മട്ടൻ നല്ല വൃത്തിയായിട്ട് കഴുകി, 1/2 കിലോ മട്ടനാണ്. അത് വൃത്തിയായിട്ട് കഴുകി അതിനകത്ത് ഒരു സ്പൂൺ, നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിനനുസരിച്ച് വേണം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടുന്നത്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം. എന്നിട്ട് ഗരം മസാലപ്പൊടി, ഇത് ഇത്രയും കൂടെ, അത് ഒരു 1/2 സ്പൂൺ മതി. അതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കറിലിട്ട് അതിൻ്റെ പാകത്തിന് വേവുന്നതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് നേരം കുക്കറിൽ വെച്ച് വച്ചിരിക്കുന്നു കൂട്ടുകാരെ. അതെല്ലാം മിക്സ് ചെയ്തത് ഞാൻ ഇട്ടില്ല, ഞാൻ താമസിച്ചാണ് പാചകം തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ കൂട്ടുകാരെ, അതുകൊണ്ടാണ്. കുക്കറിൽ വേവിച്ച് വെച്ച സമയം കൊണ്ട് ദാണ്ട ചെറിയ ഉള്ളി, സവാള ഉള്ളി, അത് ആവശ്യത്തിന് നമുക്ക് ഒരു 4 സവാള, കുറച്ച് ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 7-8 അല്ലി എടുക്കാം. ഇഞ്ചി ഒരു ചെറിയൊരു കഷണം എന്ന് വെച്ചാൽ ഇത് കുറച്ചല്ലേ ഉള്ളൂ ക്വാണ്ടിറ്റി, അതുകൊണ്ടാണ്. അത് പിന്നെ കുരുമുളക് പൊടിയും കൂടെ കുറച്ച് ചേർക്കണം, ഒരു ശകലം. അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇപ്പോൾ ഇത് ഇത്രയും കൂടെ കിടന്ന് നല്ലതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്ക് ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വഴറ്റുന്നത് കാണിക്കാത്തത് കൂട്ടുകാരെ. അതിങ്ങനെ നല്ലതുപോലെ ചുമന്ന് വരുന്നു. സവാള അങ്ങനെ നല്ലതുപോലെ വഴറ്റിയെടുത്തു. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകും കൂടി അരിഞ്ഞിടണം. എന്നിട്ട് നമ്മൾ ബാക്കി മസാലക്കൂട്ട് റെഡിയാക്കണം. ഈ സവാള നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ അതിന് അകത്തേക്ക് 1 സ്പൂൺ, 1-2 സ്പൂൺ എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ചാണ്. അപ്പോൾ അതിനകത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, വീണ്ടും ഒരു അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴറ്റി കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് രണ്ടും കൂടെ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെ പാകത്തിന് ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല മൂത്ത് നല്ല റെഡിയായി വന്നു. ഇനി ഇതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് യോജിപ്പിക്കുക. അങ്ങനെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൃത്യമായ രീതിയിൽ വഴറ്റി കുക്കറിനകത്ത് യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് സഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. അങ്ങനെ സഫിഷ്യൻറ്റ് വെള്ളം എല്ലാം ഒഴിച്ച് യോജിപ്പിച്ച് വച്ച കറി വീണ്ടും 10-20 മിനിറ്റ്, ആദ്യം നമ്മൾ 15 മിനിറ്റ് കുക്കറിൽ വേവിച്ചതാണ്. ഇനി വീണ്ടും നമുക്ക് ഒന്നുകൂടി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കുക്കർ അടച്ച് വയ്ക്കാം. കുക്കറിൽ മട്ടൻ കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ കഴുകി അടുപ്പിൽ വെച്ച് നല്ലതുപോലെ വെന്ത് അത് തിളച്ചു കൊണ്ടിരിക്കുന്നു. കപ്പയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മളത് 2 പ്രാവശ്യം വെള്ളം ഊറ്റിക്കളയണം. നല്ലതുപോലെ തിളച്ച് അതിനകത്തുള്ള പോയിസണെല്ലാം മാറുന്നിടം വരെ അത് നമ്മൾ 2 പ്രാവശ്യം തോനെ വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് വേണം കപ്പ ഉപയോഗിക്കാൻ.
അങ്ങനെ കൂട്ടുകാരെ ചോറെല്ലാം വെന്ത് ഇതാ ഊറ്റി റെഡിയായി കിടക്കുകയാണ്. ഇനി ചോറ് കഴിക്കാം. മട്ടൻ ഒന്നും കൂടി വേവാനുണ്ട്. കപ്പ വീണ്ടും വെള്ളം ഊറ്റി ഒഴിച്ച് ഒന്നും കൂടി വേവുന്നു കൂട്ടുകാരെ. കൂട്ടുകാരെ അങ്ങനെ